പാലക്കാട് നിയന്ത്രണം വിട്ട് കാർ മരത്തിലിടിച്ച വയലിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ 3 യുവാക്കൾ മരിച്ചു. സച്ചിൻ വള്ളിക്കാട് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. സച്ചിൻ, രാവിലെ തന്നെ വന്ന ഒരു ദുരന്ത വാർത്ത പറയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സങ്കടമാണ്. എങ്കിൽ പോലും വാർത്തയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? എപ്പോഴായിരുന്നു അപകടം? വിൻഷ, ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് നാടിനെ നടുക്കിയ സംഭവം പാലക്കാട് നടന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നിന്നും ചിറ്റൂരിലേക്ക് പോകുന്ന പ്രധാന പാതയിലാണ്. ഈ പാതയിലാണ് ഇന്നലെ രാത്രിയോടുകൂടെ അപകടം നടന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ചിറ്റൂരിൽ നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്ന 6 യുവാക്കൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം പ്രധാനമായും ലഭിക്കുന്ന സൂചന പന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് സമീപത്തെ മരത്തിലിടിച്ച് കാർ വയലിലേക്ക് മറിയുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ദാരുണമായ സംഭവം തന്നെയാണ് പാലക്കാട് നടന്നിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. വയലിലേക്ക് മറിഞ്ഞ് കാറിൻ്റെ മുൻഭാഗവും അതേപോലെ തന്നെ പിൻഭാഗവും ഒക്കെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ തന്നെയാണ്. പാലക്കാട് സ്വദേശികളായിട്ടുള്ള രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സുനീഷ് എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത്. വലിയ ദാരുണമായ സംഭവം തന്നെയാണ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടെ പാലക്കാട് ചിറ്റൂർ റോഡിൽ നടന്നിട്ടുള്ളത്. സംഭവ സമയത്ത് നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ ശബ്ദം കേട്ടുകൊണ്ടാണ് ഈ പ്രദേശത്തേക്ക് ഓടിയെത്തുന്നത്. തുടർന്നാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. നാട്ടുകാരും അതേപോലെ തന്നെ ഫയർഫോഴ്സൊക്കെ ചേർന്നാണ് ഇത്തരത്തിൽ യുവാക്കളെ പുറത്തെടുത്തത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ യുവാക്കളെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും യാതൊരു വിധത്തിലും പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല. പിന്നീട് ഫയർഫോഴ്സും അതേപോലെ തന്നെ പാലക്കാട് സൗത്ത് പോലീസും സംഭവ സ്ഥലത്ത് എത്തിയതിന് ശേഷമാണ് യുവാക്കളെ പുറത്തെടുക്കാൻ വേണ്ടി സാധിച്ചത്. വലിയ രീതിയിൽ, അതായത് കാറ് നിയന്ത്രണം വിട്ട് വയലിലേക്ക് മറിഞ്ഞ് കാറ് പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിൽ തന്നെയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും. ഈ കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പാലക്കാട് സ്വദേശികളായ 6 വിദ്യാർത്ഥികളാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. അവർ എല്ലാ മാസവും ഒരുമിച്ച് കൂടാറുണ്ട്. അങ്ങനെ ഒത്തുചേരലിൻ്റെ ഭാഗമായാണ് ഇത്തവണയും പാലക്കാട് എത്തിയത്. എന്നാൽ അതിനുശേഷം പാലക്കാട് നിന്ന് ചിറ്റൂരിലേക്ക് പോവുകയായിരുന്നു. ചിറ്റൂരിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഇത്തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ അപകടത്തിൽപ്പെട്ടത്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് നടന്നിട്ടുള്ളത്. അതാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അത് തന്നെയാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തന സമയത്ത് ഈ സമീപത്തെ തന്നെ താമസിക്കുന്ന വാർഡ് മെമ്പർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു അപകടം ആദ്യമായിട്ടാണ്? ഈ പ്രദേശത്ത് ഇപ്പോൾ അവിടെ നിരന്തരം അപകടം ഉണ്ടായിരുന്ന ബെൻ്റെ ഒരു പ്രശ്നമാണ്. ഇത് സംഭവിച്ച് ഇന്നലെ രാത്രി 10:50-നാണ്. ഇന്നലെ ഒരു സൗണ്ട് കേട്ടപ്പോഴാണ് പുറത്തു വന്നപ്പോഴാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ കാറ് ഇവിടെ കിടക്കുന്നു. അപ്പോൾ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെ അറിയിച്ചു. അവരൊക്കെ ഉടനെ എത്തി നാട്ടുകാരും ചേർന്നാണ് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പോഴേക്കും 3 പേര് ഇവിടെ നിന്ന് തന്നെ മരണപ്പെട്ടു പോയി. ആദ്യഘട്ടത്തിൽ രക്ഷിക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ എടുക്കുമ്പോഴേക്കും 3 പേര് മരിച്ചുപോയി. പിന്നെ ബാക്കി 3 പേരെ അവർ ആംബുലൻസിൽ കയറ്റി നേരെ DC ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ കുടുങ്ങിക്കിടക്കായിരുന്നു. രാത്രി ആയതുകൊണ്ട് ആളുകളൊക്കെ കുറവാണല്ലോ. കുടുങ്ങിക്കിടക്കായിരുന്നു. നാട്ടുകാരൊക്കെ ശബ്ദം കേട്ടാണോ? അതെ, ശബ്ദം കേട്ട് വന്ന് പിന്നെ എല്ലാവരും റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ആളുകളൊക്കെ നിർത്തി. അപ്പോഴേക്കും ഫയർഫോഴ്സും പോലീസും വന്നു. എല്ലാവരും നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ കാട്ടുപന്നിയുടെ ഒരു ശല്യമുണ്ട്. പഞ്ചായത്തിൽ മൊത്തം ശല്യമാണ്. കാരണം ഇത് ക്രോസ് ചെയ്ത് വരികയാണ്. 2 വീലറുകാരൊന്നും പെട്ടെന്ന് അറിയില്ലല്ലോ. ഇത് റോഡിൽ ക്രോസ് ചെയ്ത് കാട്ടുപന്നി ഓടാറുണ്ട്. ഇന്നലെ അതുപോലെ സംഭവിച്ചു കാണും. കാരണം അവർ പറഞ്ഞു പന്നി ചാടിയെന്ന് പറഞ്ഞു. അതിൽ സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ പന്നി ചാടിയെന്ന് പറഞ്ഞായിരുന്നു. ഈ അപകടത്തിൽപ്പെട്ട പെട്ടാള് ഇവരൊക്കെ പാലക്കാട് സ്വദേശികൾ തന്നെയാണല്ലേ? പാലക്കാട് സ്വദേശികളാണ് അവർ. പാലക്കാട് തന്നെയാണ്. അത് RC ഓണർ വണ്ടാഴിയിലെ ഒരു അഡ്രസ്സായിരുന്നു. RC ബുക്ക് പോലീസിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇത്തരം ഒരു സംഭവം ആദ്യമായിട്ടാണല്ലേ? ഇത്ര സംഭവം ആദ്യമാണ്. പിന്നെ ഈ ബെൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം അവിടെ തിരിഞ്ഞു വരുമ്പോൾ കാണാൻ കഴിയില്ല. അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് അവർ ശ്രദ്ധിക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ സിഗ്നൽ സ്ഥാപിക്കാനുള്ള നടപടി പ്രസിഡന്റായി ബന്ധപ്പെട്ടിട്ട് അറിയിക്കണം. വയ്ക്കാൻ സാധ്യതയുണ്ട്. വയ്ക്കണം.
തീർച്ചയായും വിൻഷ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രി പെട്ടെന്ന് ശബ്ദം കേട്ടുകൊണ്ടാണ് നാട്ടുകാരൊക്കെ ഈ പ്രദേശത്തേക്ക് ഓടിയെത്തുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ റോഡിന് തൊട്ടടുത്തുള്ള വയലിലേക്ക് തന്നെയാണ് കാറ് മറിഞ്ഞിട്ടുള്ളത്. കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കാറിൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഉള്ള ഗ്ലാസുകളും അതേപോലെ തന്നെ കാറിൻ്റെ മുകൾ ഭാഗവും ഒക്കെ തകർന്നിട്ടുണ്ട്. പൂർണ്ണമായും കാറ് ഈ വയലിലേക്ക് മറിഞ്ഞ് ആണ് ഇത്തരത്തിൽ ചിറ്റൂരിലേക്ക് പോകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാറിൻ്റെ നില ഉള്ളത്. അതായത് തിരിച്ച് പാലക്കാടേക്ക് പോകുന്ന രൂപത്തിലായിരുന്നു വേണ്ടത്. ഈ കാറ് മറിഞ്ഞതിൻ്റെ ഒരു ഭീകരമായ ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പ്രദേശത്ത് പന്നിയുടെ ശല്യമുണ്ട് എന്ന് തന്നെയാണ് പഞ്ചായത്ത് മെമ്പർ വ്യക്തമാക്കിയത്. അതിന് വേണ്ട നടപടികളൊക്കെ ഉണ്ടാവണം എന്ന കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വളവാണ് ഈ റോഡിലുള്ളത്. പാലക്കാട് നിന്നും ചിറ്റൂരിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത്. ഈ റോഡിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു വളവുണ്ട്. ഈ വളവ് ഒരു അപകടത്തിന് കാരണമാകാറുണ്ട് എന്നാണ് പഞ്ചായത്ത് മെമ്പർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ 6 യുവാക്കൾ ആയിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് പരിക്കേറ്റ 3 യുവാക്കൾ ചികിത്സയിൽ തുടരുന്നത്. പാലക്കാട് ചന്ദ്രനഗർ സ്വദേശിയായിട്ടുള്ള ആദിത്യൻ, അതേപോലെ തന്നെ ഋഷി, ജിതിൻ എന്നീ 3 യുവാക്കളാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്നത്. നിലവിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി വലിയ ഗുരുതരമല്ല എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടെ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടക്കും. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും. ഇവർ 6 പേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എല്ലാ മാസവും ഒരുമിച്ച് കൂടാറുണ്ട്. വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിവിധ കോളേജുകളിൽ പഠിക്കുന്നവരുമാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരം. വിൻഷ.